ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ആദ്യം തന്നെ കാണിച്ചത് എൻ്റെ അച്ഛൻ്റെ 2-3 ഫോട്ടോയാണ് കേട്ടോ. ഇന്ന് അച്ഛൻ്റെ ബർത്ത്ഡേ കൂടെയാണ്, മെയ് 20 ഇത് മെയ് 20 എടുത്തൊരു വ്ളോഗാണ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇന്ന് വീട്ടിലോട്ടും പോകണം. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കുറച്ച് തയ്യലും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചത്തെ ഫുഡ് കഴിച്ചതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചു. ആദ്യം വിചാരിച്ചത് വൈകുന്നേരം പോകാമെന്നാണ്. അപ്പോൾ പിന്നെ ചേട്ടൻ ഇന്ന് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എന്തായാലും വൈകുന്നേരത്ത് പോകാൻ നിന്നാൽ മഴയാവും. അതുകൊണ്ട് പിന്നെ പോകാനും ലേറ്റാവും. ഇനി മഴ പെയ്ത് അടുത്ത് പനിയോ എന്തെങ്കിലും വരും. അതുകൊണ്ട് തന്നെ രാവിലെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉച്ചയ്ക്കുള്ള ചോറ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ചേട്ടന് വേണ്ടി മാത്രം കുറച്ചുണ്ടാക്കി. കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് 12 മണിയൊക്കെ ആയ സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാൻ പതിവ് പോലെ തന്നെ വെള്ളം കുടിച്ചൊന്ന് റിലാക്സായി. അതിന് തൊട്ട് മുന്നേറ്റ് കുറച്ച് ഡ്രസ്സ് തയ്ക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ തയ്ച്ചതിന് ശേഷമാണ് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയത്. അതൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്ക് എനിക്ക് വീട്ടിൽ നിന്നും കുറച്ച് ഡ്രസ്സ് തയ്ക്കാനുണ്ടായിരുന്നു. പിന്നെ കടയിൽ കൊണ്ടുപോയും കുറച്ച് ഡ്രസ്സൊക്കെ തയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇന്നലെ ഒരു ബ്ലൗസൊക്കെ പൊളിച്ചെടുത്ത് നിങ്ങൾ കണ്ടില്ലേ, അത് തന്നെയായിരുന്നു കേട്ടോ. അതൊന്നും അടിച്ച് വാങ്ങിയാറുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വീട്ടിലോട്ട് ഫോൺ വിളിച്ചു മിക്കുവിനെയും മിലുവിനെയൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ മിലു എന്ന ആൾ ഉഷാറായി തന്നെ കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ ഒന്ന് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് വെയിറ്റ് എടുക്കാമെന്ന് പോകാനായിട്ട് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അംഗൻവാടിയിലോട്ട് പോയിട്ട് വെയിറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. എന്തെന്ന് വെച്ചാൽ കാരണം ഞാൻ വെയിറ്റിംഗ് മെഷീൻ വീട്ടിലോട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇവിടുത്തെ വെയിറ്റ് നോക്കുന്നതെല്ലാം അവിടെ കറക്റ്റ് ആണോ ഇല്ലയോ നമുക്ക് നോക്കണമല്ലോ. അങ്ങനെ വെയിറ്റ് നോക്കിയ സമയത്ത് എനിക്ക് 68 തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ കാണിച്ചത് തന്നെയാണ് അവിടെയും കാണിച്ചത്. അപ്പോൾ ആ ഒരു ആശ്വാസത്തിൽ ഞങ്ങൾ നേരെ പോയത് വെങ്ങാനൂരാണ് കേട്ടോ. അപ്പോൾ വെങ്ങാനൂർ പോയി. ഇതാണ് മായ ചേച്ചിയുടെ പേര് അതാണോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വരുന്ന കടയിൽ ചേച്ചി. അപ്പോൾ ഈ ചേച്ചിയുടെ കടയുടെ പേരാണ് മായ. ഇനി ചേച്ചിയുടെ പേരാണോ ചേച്ചിയുടെ മകളുടെ പേരാണോ എന്ന് ഇതുവരെയും ചോദിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കടയിൽ പോയി സ്റ്റിച്ചൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ചേച്ചി ഒന്ന് ഷേപ്പൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും കൈ രണ്ടും ഓക്കെ ആയി കേട്ടോ. പിന്നെ ചേട്ടന് ഞാൻ പറയാൻ മറന്നു, ചേട്ടൻ ഇന്ന് തീരെ ജോലിക്ക് പോകാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ കഴുത്തൊന്നും ഉളുക്കിപ്പോയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ മാട്രസിലാണ് ഞങ്ങൾ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ കിടന്ന് എങ്ങനെയോ തിരിഞ്ഞ സമയത്ത് ചേട്ടന് കഴുത്തൊന്നും ഉളുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് നമ്മൾ രാവിലെ പോകുന്നത്. അപ്പോൾ രാവിലെ ജോലിക്കും കൂടെ പോകുമ്പോഴത്തേക്കും തീരെ വയ്യാതോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഈ മെഡിസിൻ വാങ്ങിക്കുന്ന കാര്യം കണ്ടപ്പോഴാണ് എനിക്ക് ആ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ അതൊക്കെ വാങ്ങി നേരെ വീട്ടിലോട്ട് വന്ന് കുളിച്ച് റെഡിയായി ഞങ്ങൾ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. ആ ടൈമിൽ ചേട്ടന് ഒരു ഡ്രസ്സ് എടുക്കാനുണ്ട്. ചേട്ടനും എബിക്കും ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. അവർക്ക് ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ശനിയാഴ്ച ഒരു കല്യാണമുണ്ട്, അതിനിടാമെന്ന് വിചാരിച്ചു. ഈ ഡ്രസ്സ് നാളത്തെ എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ കല്യാണത്തിനിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ സാരിയുടെ മാച്ചിനായിട്ടുള്ള ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു ചേട്ടനും ചേട്ടനുമായിട്ട്. അപ്പോൾ ഞങ്ങൾ പോത്തീസിലാണ് പോയത് കേട്ടോ. അപ്പോൾ അതേ സെയിം കളർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സെയിം കളർ ഉള്ളതിന് ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ. 2000 കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും വാങ്ങിയില്ല, അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കേക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് തവണ കണ്ട കേക്ക് തന്നെ കേട്ടോ, മാത്യൂസ് കേക്ക്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ പേര് തന്നെ സേവ്യർ മാത്യു എന്നാണ്. അപ്പോൾ അച്ഛൻ്റെ പേരുള്ളൊരു കേക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. കേക്ക് വാങ്ങി. നമ്മൾ സാധാരണ മറ്റേ ക്രീമൊക്കെ ഇടുന്ന കേക്ക് ഉണ്ടല്ലോ, അതുപോലത്തെ ഒന്നും അല്ല കേട്ടോ. ഞാൻ അതിൻ്റെ റിവ്യൂ പറയാം. അപ്പോൾ അവിടെ ഞങ്ങൾ നേരെ കവടിയാറ് വഴി അരുവിക്കര വഴിയാണ് വീട്ടിലോട്ട് എത്തിയത് കേട്ടോ. അപ്പോൾ കടയിലൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു വെള്ളം വാങ്ങി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട്. പഴയ വീട്ടുമൂഴി അതുവഴിയാണ് ഞങ്ങൾ വന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു ജ്യൂസ് വാങ്ങി ഞങ്ങൾ ഷെയർ ചെയ്താണ് കുടിച്ചത്. എനിക്ക് വേണ്ട, കാണിച്ചിട്ട് വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഉച്ചയ്ക്കും ഒന്നും കഴിക്കാത്ത. രാവിലെ മാത്രം കുറച്ച് ഫുഡ് കഴിച്ചു, ഉച്ചയ്ക്കും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയും കഴിക്കാതിരുന്നാൽ തളർന്നു പോകുമെന്നുള്ളൊരു പേടിയിലാണ് ആ ഒരു ജ്യൂസ് മാത്രം വാങ്ങി കുടിച്ചത്. നേരെ പിന്നെ വീട്ടിലോട്ട് പോയി. അപ്പോൾ വീട്ടിൽ വന്ന സമയത്ത് ഞങ്ങളെ കണ്ട സമയത്ത് തന്നെ മിലു എന്നെ കണ്ട് ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവളെ അങ്ങനെ എടുത്തു വെച്ചിരുന്ന സമയത്താണ് മുത്ത് മിക്കുവിനെയും കൂടെ കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ മിക്കുവിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതൊക്കെ അവൻ്റെ കയ്യിൽ തന്നെ അപ്പം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ 2-3 എണ്ണമൊക്കെ മാറ്റി വെച്ചു കേട്ടോ. ഒരെണ്ണം മാത്രം 1-2 എടുത്ത് ഇവനും എൽസയും കൂടെ കളിച്ചതിന് ശേഷം അതെല്ലാം ഇല്ലാതാക്കി കളഞ്ഞു കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ 3 എണ്ണം എടുത്ത് മാറ്റി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി വലുതാവുമ്പോഴും ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഇത് ബിസ്ക്കറ്റ് ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ബിസ്ക്കറ്റാണ്. അപ്പോൾ ഇതെനിക്ക് അശ്വിനി തന്ന ബിസ്ക്കറ്റായിരുന്നു കേട്ടോ.
അപ്പോൾ ഞാൻ കൊണ്ട് കൊടുത്തു. അപ്പോൾ അശ്വിനിക്ക് താങ്ക്സ് പറയുന്നൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. ചില സമയത്ത് അവൻ മാമ, ആൻറ്റി, താങ്ക് യു ഇതൊക്കെ പറയും. ചിലപ്പോൾ അതൊന്നും പറയാറുമില്ല കേട്ടോ. അങ്ങനെയൊന്നും ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്കും ചോറ് തരട്ടെ എന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ അമ്മ. അപ്പോൾ ഞാൻ പറഞ്ഞു ചോറ് വേണ്ട. അപ്പോൾ ചക്ക ഉണ്ടായിരുന്നു. ഡയറ്റ് എടുത്തതിന് ശേഷം ഒരിക്കൽ എന്തോ ചക്ക കഴിച്ചു. അതും പൈസ കൊടുത്ത് വാങ്ങിയാണ് ചക്ക കഴിച്ചത്. പക്ഷേ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് വീട്ടിൻ്റെ അടുത്ത് നിന്ന് തന്നെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ വന്ന ചക്ക, മാങ്ങ ഇതെല്ലാം ഫ്രീ ആയിട്ട് സുലഭമായിട്ട് കിട്ടും. പക്ഷേ ഇവിടെ മുട്ടയ്ക്കാടാണ് വരുന്നതെങ്കിൽ നമുക്ക് അങ്ങനെയൊന്നും അത്ര പെട്ടെന്നൊന്നും കിട്ടാറില്ല കേട്ടോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ പൈസ കൊടുത്ത് തന്നെ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചക്ക കഴിക്കുന്നത് കണ്ടിട്ട് മിലു അങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് കൊടുക്കാമോ ഇല്ലെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അമ്മ പറഞ്ഞു 1-2 തവണ എന്തോ കൊടുത്ത സമയത്ത് ഇച്ചിരി വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പിന്നെ റിസ്ക് എടുക്കാൻ വേണ്ടി നിന്നില്ല കേട്ടോ. പിന്നെ മിക്കുന് തലമുടി വെട്ടാനായിട്ട് അഞ്ജുവും ടോമിയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇത് തലമുടിയൊക്കെ വെട്ടിയതിന് ശേഷം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. മിക്കുനും തലമുടി വെട്ടിയിട്ടുണ്ടായിരുന്നു, ടോമിക്ക് വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാളെ കല്യാണത്തിനുള്ള ചെക്കന്മാരെല്ലാവരും അവിടെ തലമുടി വെട്ടാനായിട്ട് വന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എൻ്റെ കസിൻസൊക്കെയാണ് അവിടെ ഇരിപ്പുള്ളത്. അവർക്ക് എല്ലാവർക്കും തലമുടി വെട്ടി. ഇതായിരുന്നു കേട്ടോ ആദ്യം ഇടേണ്ടായിരുന്ന വീഡിയോ. പക്ഷേ ഈ വീഡിയോ ഇട്ടപ്പോൾ മാറിപ്പോയി. ആദ്യമൊക്കെ കുറേ നേരം മിണ്ടാതിരുന്നു. പിന്നെ അവൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അതുകൊണ്ട് വലിയ ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലതായിട്ട് തന്നെ ഇരുന്നു. തലമുടിയൊക്കെ വെട്ടി. അവനങ്ങനെ വലിയ നിർബന്ധക്കാരനൊന്നും അല്ല കേട്ടോ. വണ്ടി കയറിയാൽ അവിടെ ഉറങ്ങും. അതാണ് അവൻ്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയാം. നമ്മുടെ കൂടെ എവിടെ വന്നാലും ഒരു സ്കൂട്ടറിലാവട്ടെ വലിയൊരു വണ്ടിയിലാവട്ടെ എവിടെ വന്നാലും ഉറക്കം. അതാണ് അവൻ്റെ മെയിൻ. ഇച്ചിരി കാറ്റടിച്ചതേ ഉറങ്ങും കേട്ടോ. പിന്നെ ഞാനും മിലുവിനെ എടുത്ത് കുറേ നേരം വരെ ടീച്ചറിൻ്റെ വീട്ടിൽ അങ്ങനെ ഇരുന്നു. പിന്നെ ചേട്ടനും എബിക്കും വേണ്ടിയിട്ട് ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആര്യനാട് വരെ പോയി കേട്ടോ. അപ്പോൾ മുത്തും മിലുവിനെയും വെച്ച് അങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. സന്ധ്യയായി കേട്ടോ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയ ടൈമിൽ. ഞങ്ങൾ ആര്യനാട് പോയി. അവിടെ തന്നെ കുറേ കടകളിൽ കയറി. അപ്പോൾ നമ്മുടെ കുളപ്പടയുള്ള ആമിനയിൽ ഡ്രസ്സ് കാണും. അവിടെ പോയി എടുക്കാൻ ടോമി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ നേരെ ആര്യനാട് വന്നിട്ട് ഫാൻസി കയറി. എൻ്റെ ഡ്രസ്സിൽ തയ്ക്കാനായിട്ട് കുറച്ച് മുത്തൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആര്യനാട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ 2-3 കടകളിൽ കയറിയിട്ട് ഒരു കടയിലും ഇവർക്ക് മാച്ചാവുന്ന കളർ, സൈസാവുന്ന കളർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി എന്തോ വരട്ടെ ആമിനിൽ കയറാമെന്ന് വിചാരിച്ചു. അവിടെ കയറിയതും നമ്മൾ വിചാരിച്ച അതേ കളർ ഡ്രസ്സ് 2 പേർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ തന്നെ ആമിനിൽ പോവാതെ വേറെ കടയിൽ പോകാൻ കാര്യം എന്ന് വെച്ചാൽ അഥവാ ഇവിടെ കിട്ടില്ലെങ്കിൽ പിന്നെയും ആര്യനാട് പോകണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്ന് ഞങ്ങൾ അങ്ങനെ ഇരുന്ന സമയത്ത് എൽസയും കൊണ്ട് കാവ്യയും പ്രദീപും വന്നു കേട്ടോ. പിന്നെ അവളെ എടുത്ത് കുറേ നേരം വരെ ഇരുന്നു. ഞങ്ങളെല്ലാവരും വീട്ടിൽ വന്നു. ഒരു 9 മണിയൊക്കെ ആയും തോന്നുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ അച്ഛനും ജോലി കഴിഞ്ഞെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും കേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനൊരു സർപ്രൈസ് തന്നെയായിരുന്നു. ഇതുവരേക്കും അച്ഛൻ്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെ കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നില്ല. അച്ഛന് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അച്ഛൻ്റെ ചെറുമക്കളും എല്ലാവരും ഉണ്ടല്ലോ വീട്ടിൽ. അവർ 5 ചെറുമക്കളും 4 ചെറുമക്കളുണ്ട്. മിക്കു, മിലു, എബി, എൽസ, ഇവർ ഇത്രയും പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരെയും നിർത്തി തന്നെയാണ് കേക്ക് മുറിച്ചു. അപ്പോൾ എൽസ ആദ്യം ഓടി വന്നിട്ടോ. മിക്കുവിന് ഇച്ചിരി ഉറക്കക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് അവൻ ആദ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. എൽസ അവിടെ തന്നെ ഇപ്പോൾ ഉണ്ടായിരുന്നു. എൽസയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അച്ഛനായിരുന്നല്ലേ അമ്മയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ടോമിയെ പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവരുടെ കൂടെയൊക്കെ നിന്നു. കേക്ക് എല്ലാം അവർ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാവ്യ തന്നെ എല്ലാവർക്കുമായിട്ട് മുറിച്ച് കൊടുത്തു. എബി അച്ഛന് കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആദി ഉണ്ടായിരുന്നു കേട്ടോ. ആദിക്കും കേക്ക് അച്ഛനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ ആദിക്ക് കേക്ക് കൊടുത്തു. പിന്നീട് കാവ്യ തന്നെ വന്ന് എല്ലാവർക്കും കേക്ക് മുറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കേക്ക് എന്ന് വെച്ചാൽ കുഴപ്പമില്ല, ഇച്ചിരി ഹാർഡാണ് കേക്ക്. നമ്മൾ ഈ സാധാരണ നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ വെച്ചുണ്ടാക്കുന്ന ആ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് ഇല്ല. പിന്നെ ആ ഫ്രണ്ടിലത്തെ ആ ഒരു വെള്ള ഉണ്ടല്ലോ, അത് ഭയങ്കര പഞ്ചസാര പോലെയാണ് കേട്ടോ. അങ്ങനത്തെ ഒരു കേക്കാണ്. വെറുതെ ഇരുന്ന് മറ്റേ ഒരു ഫങ്ഷൻ വരുമ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു കേക്കല്ല. അല്ലാതെ കഴിക്കാം, അത്രമാത്രമേ ഉള്ളൂ കേട്ടോ. ഭയങ്കര നമ്മൾ സാധാരണ വിപ്പിംഗ് ക്രീമൊക്കെ വെച്ചുണ്ടാക്കുന്ന ബർത്ത്ഡേ കേക്ക് പോലത്തെ അത്രയും ഒരു ഇതില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, കഴിക്കാം, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നീടുള്ള ഞങ്ങളുടെ വലിയൊരു ടാസ്ക്കായിരുന്നു പൂ കെട്ടുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക്, അമ്മയ്ക്കും കുഞ്ഞമ്മയ്ക്കും ഒരു പൊതി, എനിക്കൊരു പൊതി, അഞ്ജുവിനൊരെണ്ണം, കാവ്യക്കൊരെണ്ണം, ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അവർ ചോറും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അഞ്ജുവും കാവ്യയും കുഞ്ഞമ്മയും എൽസയും മിക്കും ഒക്കെ ഒരുമിച്ചിരുന്ന് കഴിച്ചു കേട്ടോ. ഞാൻ കുറച്ചുകൂടെ നേരം കഴിഞ്ഞു. പൂവെല്ലാം കെട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കഴിക്കാനായിട്ട് ഇരുന്നത് കേട്ടോ. അപ്പോൾ എൽസയ്ക്കൊരാഗ്രഹം മിക്കുവിനും കുഞ്ഞമ്മയ്ക്കൊക്കെ ചോറ് വാരി കൊടുക്കാനായിട്ടൊരാഗ്രഹം തോന്നി. അങ്ങനെ അവൾ തന്നെ ചോറ് വാരി കൊടുക്കുന്നുണ്ട്. മിക്കു ഭയങ്കര ഉറക്കത്തിൽ നിൽക്കുകയാണ് കേട്ടോ. അതാണ് അവൻ ആ ഒരു മുഷിപ്പ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കല്യാണ വീഡിയോ പുറകെ വരുന്നുണ്ട്. എല്ലാവർക്കും
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോസുമായിട്ട് കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.